കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ബോർഡിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ പറഞ്ഞു. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 1986 സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ച കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നേരത്തെ സമുദ്ര മത്സ്യബന്ധന മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളെ മാത്രമാണ് ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇടുക്കി, വയനാട്, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിൽ കൂടി ക്ഷേമനിധി ഓഫീസുകൾ ആരംഭിച്ചുകൊണ്ട് ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന രീതിയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണെന്നും ആ മേഖലയിൽ പണിയെടുക്കുന്നവർ പ്രയോജനപ്പെടുത്തണമെന്നും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പറഞ്ഞു. ക്ഷേമനിധിയിൽ അംഗമായാൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് നല്ല ആനുകൂല്യങ്ങൾ ലഭ്യമാകും. പെൺമക്കളുടെ വിവാഹത്തിന് ധനസഹായം ലഭിക്കും. ചികിത്സാ സൗകര്യങ്ങൾക്ക് ധനസഹായമുണ്ട്. അതേപോലെ തന്നെയാണ് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. ക്ഷേമനിധിയിലെ പെൻഷനുണ്ട്. മറ്റ് കുറേയേറെ ആനുകൂല്യങ്ങളുണ്ട്. ഡാമുകളിലും തടാകങ്ങളിലും പുഴകളിലും മത്സ്യബന്ധനം നടത്തുന്നവരും വിൽപ്പനക്കാർ, മത്സ്യവ്യവസായത്തിനായി വാഹനം ഓടിക്കുന്നവർ, ഐസ് ഫാക്ടറി വർക്കേഴ്സ്, ഐസ് സപ്ലൈ ചെയ്യുന്നവർ ഉൾപ്പെടെ 18 അനുബന്ധ മേഖലകളിൽ പണിയെടുക്കുന്നവർക്കും ക്ഷേമനിധി ബോർഡിന്റെ ആനുകൂല്യം ലഭിക്കും. ക്ഷേമനിധിയിൽ അംഗങ്ങളായ മുഴുവൻ ആളുകളെയും ഫിംസിൽ രജിസ്റ്റർ ചെയ്താൽ ഈ രംഗത്ത് മത്സ്യമേഖലയിൽ സർക്കാർ കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും അവരർഹരാകും. ഫിംസിൽ രജിസ്റ്റർ ചെയ്യുക എന്ന ജോലി മത്സ്യത്തൊഴിലാളി നിർവഹിക്കേണ്ടതില്ല. അത് ഉദ്യോഗസ്ഥന്മാർ ചെയ്തുകൊള്ളൂ. നമ്മൾ യഥാസമയം അംഗത്വം നേടുക എന്ന ജോലിയാണ് നിർവഹിക്കേണ്ടത്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ അംഗങ്ങളാകുന്നതിന് സംസ്ഥാന സർക്കാർ വ്യവസ്ഥകൾ ലളിതമാക്കിയിട്ടുണ്ടെന്നും അത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ പറഞ്ഞു. കൈരളി ന്യൂസ്, ഇടുക്കി.